കെ.എസ്.ഇ.ബിയിൽ നിയമന നിരോധനം. അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലെ ഒഴിവുകൾ പി.എസ്.സിക്ക് റിപ്പോർട്ട് ചെയ്യരുത് എന്നാണ് കെ.എസ്.ഇ.ബി ചെയർമാന്റെ നിർദ്ദേശം. കത്തിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. റിപ്പോർട്ട് ബ്രേക്കിംഗ്. ടി.വി. പ്രസാദ് വിവരങ്ങളുമായുണ്ട്. പ്രസാദ്, ഇപ്പോൾ കെ.എസ്.ഇ.ബിയിൽ നിയമന നിരോധനം എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. എന്തു കാരണത്താലാണ് ഇപ്പോൾ നിയമനങ്ങൾ വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് കെ.എസ്.ഇ.ബി പോകുന്നത്? അത് ആ രൂപത്തിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ടോ? സ്മൃതി, ആ രീതിയിൽ തന്നെയാണ് കെ.എസ്.ഇ.ബി ഇത് വ്യക്തമാക്കുന്നത്. അതായത് കെ.എസ്.ഇ.ബിയിൽ പുനഃസംഘടന നടക്കുകയാണ്. പുനഃസംഘടന നടക്കുന്ന ഘട്ടമായതുകൊണ്ട് തന്നെ 30,321 എന്ന ജീവനക്കാരുടെ എണ്ണം കൂട്ടാൻ പാടില്ല എന്ന് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ നേരത്തെ തന്നെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇനിയുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടെ നിയമനങ്ങൾ പി.എസ്.സിക്ക് റിപ്പോർട്ട് ചെയ്യരുത് എന്ന തീരുമാനം കെ.എസ്.ഇ.ബിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്, സംസ്ഥാനത്ത് നിലവിൽ തന്നെ വൈദ്യുതി വിതരണം ആകെ പ്രതിസന്ധിയിലാണ് പല മേഖലയിലും. മാത്രമല്ല, ഒരു തകരാറുണ്ടായാൽ പല ഘട്ടങ്ങളിലും അത് പരിഹരിക്കാൻ പോലും കഴിയുന്നില്ല. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് ഒരു ദൃശ്യം കണ്ടത്. അതായത് 4 പേർ കൂട്ടത്തോടെ വന്ന് ഒരു ഉദ്യോഗസ്ഥനെ മർദ്ദിക്കുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഏറ്റവും പ്രാഥമികമായി ഏറ്റവും ബേസായ ഓഫീസായ സെക്ഷൻ ഓഫീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നുള്ളത്. അങ്ങനെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടെ 240 ഒഴിവുകളാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത്. പക്ഷേ ഈ ഒഴിവുകൾ പി.എസ്.സിക്ക് റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ പി.എസ്.സി അവസാനമായി ഇറക്കിയ ഷോർട്ട് ലിസ്റ്റിൽ ആകെ 6 ഒഴിവുകൾ മാത്രമാണ് പരാമർശിച്ചിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല പ്രശ്നം, ഇനിയിപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി 3 വർഷമുണ്ട്. 2026 ആകുമ്പോഴേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടെ ഒഴിവ് സംസ്ഥാനത്ത് 700 എണ്ണം വരും. മാത്രമല്ല, സബ് എഞ്ചിനീയറുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സ്ഥിതി. സബ് എഞ്ചിനീയർമാരുടെ ഒഴിവുകളും കെ.എസ്.ഇ.ബി പി.എസ്.സിക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല. സബ് എഞ്ചിനീയർമാരുടെ ഒഴിവുകൾ 2026 ആകുമ്പോഴേക്ക് 1000 കടക്കും. നിലവിൽ 400-ലധികം ഒഴിവുകളാണ് അവിടെയും ഉള്ളത്. ചുരുക്കത്തിൽ 2026 കൂടി ഈ രീതിയിൽ നിയമന നിരോധനവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ കെ.എസ്.ഇ.ബിയുടെ എല്ലാ വിതരണവും അതുപോലെ തന്നെ സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്നതും പൂർണ്ണമായി പ്രതിസന്ധിയിലാകും എന്ന കാര്യം ഉറപ്പാണ്. ആ LDFിൻ്റെ പ്രഖ്യാപിത നിലപാടിന് എതിരാണ് കെ.എസ്.ഇ.ബിയുടെ ഈ തീരുമാനം എന്നുള്ളത്. ആത്യന്തികമായി കെ.എസ്.ഇ.ബി വിശദീകരിക്കുന്നത് ചെലവ് ചുരുക്കൽ നടപടിയുടെ ഭാഗമായാണ് എന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോഴും 30,321 ജീവനക്കാരുടെ എണ്ണം കൂടരുത് എന്നും പറയുന്നു. പക്ഷേ നിലവിലുള്ള കെ.എസ്.ഇ.ബിയിലെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 27,000 മാത്രമാണ്. നിലവിലെ സാഹചര്യത്തിൽ തന്നെ 3,000-ലധികം ജീവനക്കാരെ നിയമിക്കാൻ റെഗുലേറ്ററി ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ കഴിയും എന്നിരിക്കെയാണ് പി.എസ്.സിക്ക് റിപ്പോർട്ട് ചെയ്യാതെ നിയമന നിരോധനം നടപ്പാക്കുന്നത്. ഇത് ഏതെങ്കിലും താഴെയുള്ള ജീവനക്കാരുടെ കാര്യമല്ല, പകരം ഒരു സെക്ഷൻ്റെ തന്നെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടെ കാര്യത്തിലും മാത്രമല്ല സാങ്കേതിക തകരാറുണ്ടായാൽ പരിഹരിക്കേണ്ട സബ് എഞ്ചിനീയർമാരുടെ കാര്യത്തിലുമാണ്. ഇതിനിപ്പോൾ നമുക്ക് കത്ത് പുറത്തു വന്നിരിക്കുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടെ കാര്യത്തിലാണ്. ആ ഒഴിവുകൾ പി.എസ്.സിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്ന ഒരു വിവാദമായേക്കാവുന്ന ഒരു വലിയ നീക്കമാണ് കെ.എസ്.ഇ.ബിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. CITU അടക്കമുള്ള സംഘടനകൾ ഇതിനകം തന്നെ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ മറ്റ് വൈദ്യുതി മന്ത്രിക്കും ഉൾപ്പെടെയുള്ളവർക്ക് കത്ത് കൊടുത്തിരുന്നു. പക്ഷേ അതിലൊരു ഫലവും കാണുന്നില്ല. അതിനിടയിലാണ് ഈ കത്ത് പുറത്തേക്ക് വരുന്നതും. സ്മൃതി, പ്രസാദ്, ഇക്കാര്യത്തിൽ പ്രതികരണങ്ങൾ എങ്ങനെയാണ് വരുന്നത്? കെ.എസ്.ഇ.ബി അധികൃതർ ഇക്കാര്യത്തിൽ പ്രസാദ് സ്വാഭാവികമായിട്ടും അവരുടെ നിലപാട് തേടിയിരിക്കുമല്ലോ. എന്താണ് അവർ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്? കെ.എസ്.ഇ.ബി വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുനഃസംഘടന നടക്കുന്നു എന്ന കാരണം പറഞ്ഞാണ്. പക്ഷേ കെ.എസ്.ഇ.ബിയുടെ പുനഃസംഘടന നടക്കുമ്പോൾ പോലും വൈദ്യുതി വിതരണം ഒരിക്കലും താറുമാറാകാൻ പാടില്ല. വൈദ്യുതി വിതരണ രംഗത്തെ തകരാറുകൾ അത് പരിഹരിക്കാതെ മുന്നോട്ട് പോകാനും കഴിയില്ല. ഇവരുടെ വിശദീകരണം ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാങ്ഷൻഡ് സ്ട്രെങ്ത്, അതായത് അനുവദിക്കപ്പെട്ട ജീവനക്കാരുടെ എണ്ണം 30,321 കൂടാൻ പാടില്ല എന്ന റെഗുലേറ്ററി കമ്മീഷണറുടെ നിർദ്ദേശമുണ്ട് എന്നാണ് കെ.എസ്.ഇ.ബി വിശദീകരിക്കുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ റിട്ടയർമെൻ്റായി പോയ ആളുകൾ ഉൾപ്പെടെ ഈ വരാനിരിക്കുന്ന മെയ് മാസത്തെ കണക്കെടുത്താൽ 27,000 ജീവനക്കാർ മാത്രമാണ് ഉള്ളത്. അങ്ങനെയുള്ള കെ.എസ്.ഇ.ബിയിൽ ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരെ നിയമിക്കുന്നതിനോ സബ് എഞ്ചിനീയർമാരെ നിയമിക്കുന്നതിനോ ഒരു തടസ്സവുമില്ല എന്നിരിക്കെയാണ് ചെലവ് ചുരുക്കലിൻ്റെ പേരിൽ പുനഃസംഘടനയുടെ പേരിൽ ഈ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്തത്. വലിയ പ്രത്യാഘാതം സംസ്ഥാനത്തെ വൈദ്യുതി വിതരണ മേഖലയിൽ ഉണ്ടാകും. നമുക്കിപ്പോൾ അറിയാവുന്നതുപോലെ ഈ സമയത്ത് ഈ ചൂടുകാലത്ത് ഉൾപ്പെടെ
പലയിടങ്ങളിലും വൈകിട്ട് 6 മണി മുതൽ 12 മണി വരെ വൈദ്യുതി വിതരണം താറുമാറാകുന്ന സ്ഥിതിയുണ്ട്, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ ഉൾപ്പെടെ. അത് പരിഹരിക്കാനുള്ള സെക്ഷൻ ഓഫീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഒഴിവുകളാണ് PSCക്ക് റിപ്പോർട്ട് ചെയ്യാതെ പൂഴ്ത്തിവെച്ച് വൈദ്യുതി വിതരണം പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് KSEB. സ്മൃതി. ശരി, പുനഃസംഘടന എന്ന കാരണം പറഞ്ഞ ഉദ്യോഗാർത്ഥികളെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ KSEB എടുത്തിട്ടുള്ളത്. ഇതിൽ എന്തായാലും പ്രതികരണങ്ങൾ തേടേണ്ടതുണ്ട്.